ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാളിനും സിസോദിയയ്ക്കുമെതിരെ മതിയായ തെളിവുകളും പിന്തുണയ്ക്കുന്ന സാക്ഷികളും ഉണ്ട് എന്ന് CBI. കേജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയ വിധിക്കെതിരെ CBI നൽകിയ അപ്പീൽ ഡൽഹി ഹൈക്കോടതി പരിഗണിക്കവെയാണ് ഈ വാദം. അതേസമയം മദ്യനയ കേസ് അന്വേഷിച്ച CBI ഉദ്യോഗസ്ഥനെതിരായ വകുപ്പ് തല നടപടി കോടതി തടഞ്ഞു. CBIക്കെതിരായ വിചാരണ കോടതിയുടെ പരാമർശങ്ങൾക്കും സ്റ്റേയുണ്ട്. ബാലഗോപാൽ വിവരങ്ങൾ വേണ്ട. ബാലഗോപാൽ, ഈ കേസിൽ കുറ്റവിമുക്തരാക്കിയതിന് പിന്നാലെ കേജ്രിവാളിന്റെ വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ്. BJP ആണ് തന്നെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ CBI പറയുന്നത് തെളിവുകളുണ്ട് എന്നാണ്, അല്ലേ? ഡൽഹി മദ്യനയ കേസിൽ CBIക്കെതിരായ വിചാരണ കോടതി പരാമർശങ്ങൾ ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ തടഞ്ഞതിന് പിന്നാലെയാണ് ഈ ഹൈക്കോടതിയുടെ സ്റ്റേ. മദ്യനയ കേസിൽ ഈ കേജ്രിവാൾ അടക്കമുള്ള പ്രതികളെ കുറ്റമുക്തരാക്കിയ വിചാരണ കോടതി ഉത്തരവിലാണ് CBIക്കെതിരെ വിചാരണ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നത്. ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തണമെന്നും വിചാരണ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. പ്രതികളെ കുറ്റമുക്തരാക്കിയതിനെതിരെ CBI അപ്പീലിൽ തീർപ്പാകുന്നത് വരെ ED കേസിൽ തീരുമാനമെടുക്കരുതെന്നും വിചാരണ കോടതിയോട് ഈ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കേജ്രിവാൾ മനീഷ് സിസോദിയയ്ക്കുമെതിരെ ശക്തമായ തെളിവുകളുണ്ട് എന്നാണ് ഇന്ന് ഈ CBIക്ക് വേണ്ടി ഈ കോടതിയിൽ ഹാജരായ അഭിഭാഷകനായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാണിച്ചത്. ഇരുവർക്കുമെതിരെ ഉള്ള തെളിവുകൾ, മാപ്പുസാക്ഷിയുടെ മൊഴികൾ ഉൾപ്പെടെയുള്ളവ പരിഗണിക്കാതെയാണ് ഈ ഇരുവരെയും കുറ്റമുക്തരാക്കിയതെന്നും സോളിസിറ്റർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ശരി, B. ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.